ഏവർക്കും ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെൻഡ്രോബിയ ഓർക്കിഡിൻ്റെ കിക്കുകൾ നേരത്തെ പോട്ട് ചെയ്യുന്ന ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കരിയിലും ഇഷ്ടിക കഷ്ണങ്ങളിലും ഒക്കെ ഇട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഓർക്കിഡ് കിക്കീസ് ചകിരി ഉപയോഗിച്ച് പോട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി 2-3 ചകിരി 3-4 ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം അതെടുത്ത് നന്നായി ചതച്ചെടുക്കുക. ചതയ്ക്കാൻ എളുപ്പത്തിനും പിന്നെ അതിലെ കറയൊക്കെ മാറുവാനും വേണ്ടിയാണ് 3-4 ദിവസം വെള്ളത്തിലിടുന്നത്. ഇത് ചതച്ചെടുത്ത ചകിരിയാണ്. ഈ ചകിരി ഇനി ഒരു ദിവസം കുമ്മായം കലക്കിയ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ചകിരിയിലുള്ള അസിഡിറ്റിയൊക്കെ മാറുവാൻ വേണ്ടിയിട്ടാണ് കുമ്മായം ഇട്ട് വെച്ച വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നത്. ഒരു ദിവസത്തിന് ശേഷം ഈ ചകിരി എടുത്ത് പച്ചവെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുക്കുക. കഴുകിയെടുത്ത ഈ ചകിരി ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. തണ്ടിൽ മുളച്ചു വന്ന ചെറിയൊരു തൈയാണ് നടുവാൻ പോകുന്നത്. ഇതുപോലെ നിറയെ ഹോളുകളുള്ള ചെറിയ പോട്ടിലേക്കാണ് ഇത് നട്ടു വയ്ക്കുന്നത്. ഇത് വേണമെങ്കിൽ ഇതിൻ്റെ വേരുകളുടെ താഴെ വെച്ച് തണ്ടോടുകൂടി മുറിച്ചെടുക്കാം. അല്ലെങ്കിൽ വേരുകൾക്ക് ക്ഷതമൊന്നും ഏൽക്കാതെ ഇത് പതുക്കെ തണ്ടിൽ നിന്നും അടർത്തിയെടുക്കാം. വളരെ ശ്രദ്ധയോടെ വേരുകൾക്ക് കുഴപ്പമൊന്നുമില്ലാതെ വേണം ഇത് മുറിച്ചെടുക്കുവാൻ. ആ മുറിയ ഭാഗത്ത് കുറച്ച് സാഫ് പുരട്ടി കൊടുക്കുക. സാഫ് ഒന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ മുറിച്ച് വെച്ച ചകിരി കഷ്ണങ്ങൾ അവയ്ക്ക് ചുറ്റും വേരുകൾക്ക് ചുറ്റും വെച്ച് അതിനെ പൊതിഞ്ഞ് വയ്ക്കുക. വേരുകൾ ഉണ്ടാകുന്ന ഭാഗം മുകളിൽ കാണത്തക്ക വിധം വേണം ഇത് വെച്ച് കൊടുക്കുവാൻ. ചുറ്റിലും നന്നായി ചകിരി വെച്ച ശേഷം എല്ലാം കൂടെ ഒന്നോടെ പോട്ടിലേക്ക് ഇറക്കി വയ്ക്കുക. പോട്ടിൽ ചകിരിയെല്ലാം നല്ലപോലെ ഫിറ്റായിരിക്കത്തക്ക വിധം വേണം കയറ്റി വയ്ക്കുവാൻ. തൈ ഇളകിപ്പോകാതെ വിധം നല്ലപോലെ ഫിക്സ് ചെയ്ത് വയ്ക്കുക. തൈക്ക് ഇളക്കമൊന്നും തട്ടാതെ ഇരിക്കത്തക്ക വിധം വേണം വയ്ക്കുവാൻ. തൈക്ക് ഇളക്കം തട്ടിയാൽ വേര് പിടിക്കാനൊക്കെ താമസം എടുക്കും. ചകിരിയിൽ പോട്ട് ചെയ്തതുകൊണ്ട് 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി. ചകിരിയിൽ വെള്ളം തങ്ങി നിൽക്കുന്നത് കൊണ്ട് എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് മഴ കൊള്ളിയേലാത്ത സ്ഥലത്തേക്ക് വയ്ക്കുക. കൂടുതൽ മഴവെള്ളം വീണാൽ ചെടി ചീഞ്ഞു പോകും. ചകിരിയിൽ നടുന്നവ വെള്ളം വീഴിയില്ലാത്ത സ്ഥലത്തേക്കാണ് നട്ടിട്ട് വയ്ക്കേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.